AR മൂവി ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബേസിക്കലി ആ പടത്തിന്റെ സ്റ്റോറി ലൈൻ തന്നെ തുടങ്ങുന്നത് അവരുടെ നാട്ടിലൊരു വലിയ ഉൽക്ക വന്ന് വീഴുമ്പോഴാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു ഉൽക്ക വന്ന് വീഴുന്നുണ്ടോ. അങ്ങനെയാണ് ഞാൻ കാവേരി ക്രേറ്ററിനെ പറ്റി അറിഞ്ഞത്. 1600 കിലോമീറ്റർ ആണ് വെസ്റ്റേൺ ഗട്ട്സിന്റെ ടോട്ടൽ നീളം. ബട്ട് അത് പാലക്കാട് എത്തുമ്പോൾ ഒരു 32 കിലോമീറ്ററിന്റെ ഒരു വിടവ് കാണുന്നുണ്ട്. ഇതിന്റെ റീസൺ 55 മുതൽ 80 വർഷത്തിനിടയിൽ ഭൂമിയിൽ വന്ന് പഠിച്ച ഒരു മിറ്റിയർ ആണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ബാക്കിയാണ് കാവേരി ക്രേറ്റർ. നമ്മുടെ നീൽഗിരി ഹിൽസും അതേപോലെ കൊടൈക്കനാൽ ഹിൽസിന്റെ ഇടയിലുള്ള ഒരു 120 കിലോമീറ്റർ ഡയമീറ്ററുള്ള ഒരു വലിയ ക്രേറ്റർ ആണിത്. ഇതിന്റെ സ്റ്റഡി മെയിൻലി ക്യാരി ഔട്ട് ചെയ്തത് KR സുബ്രഹ്മണ്യ പറഞ്ഞിട്ടുള്ള ഒരു ഫോമർ പ്രൊഫസർ ഓഫ് മറീൻ ജിയോളജി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ KR പ്രകാശ് നരസിംഹ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എർത്ത് സയൻസ് സെന്റർ ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ പ്രീകാമ്പിയൻ ജിയോളജി യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരും ആണ്. ജിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ് കാവേരി ക്രേറ്ററിനെ പറ്റിയിട്ടുള്ള ഈ സ്റ്റഡി പബ്ലിഷ് ആക്കിയത്. ഭൂമിയിലെ ഏറ്റവും വലിയ 4ാമത്തെ ക്രേറ്റർ ആണിത്. അതർ ബിഗ് ക്രേറ്റേഴ്സ് ഇൻക്ലൂഡ് വ്രെഡ് ഫോർട്ട് 160 കിലോമീറ്റർ ആണ് ഇതിന്റെ വലിപ്പം, ഷ്രക്സ്രബ് 150 കിലോമീറ്റർ ആൻഡ് സഡ്ബറി 130 കിലോമീറ്റർ. അതേസമയം 6.6 കോടി വർഷം മുമ്പെയാണ് ഡൈനോസറുകളെ പോലും ഇല്ലാതാക്കിയിട്ടുള്ള ആ മിറ്റിയർ വന്ന് ഭൂമിയെ തട്ടുന്നത്. അത് കാരണം ഉണ്ടായ ക്രേറ്ററിന്റെ ഡയമീറ്റർ 180 കിലോമീറ്റർ ആണ്. ആൻഡ് കാവേരി ക്രേറ്ററിന് 120 കിലോമീറ്റർ ആണ്. അപ്പൊ ആ മിറ്റിയർ എത്ര കറ്റാസ്ട്രോഫിക് ആവുമെന്ന് ആലോചിച്ച് നോക്കി. ആൻഡ് ഇൻ ദി അതർ സൈഡ്, ദിസ് ഇസ് ദേവിക സൈനിങ് ഓഫ്.